എപ്പോഴും ചാരിറ്റി എന്ന് പറയുന്നത് പണം നൽകിക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒന്ന് മാത്രമല്ല. നിങ്ങളുടെ ഒരു പുഞ്ചിരിയോ അല്പം മിനിറ്റുകൾ മാറ്റിവെക്കുന്നതോ പോലും മറ്റൊരാൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലായേക്കാം. എന്നാൽ അത് വേറൊരാളെ സഹായിക്കുന്നതിന് പകരം നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതെന്ന് പറഞ്ഞാലോ വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പണമോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല, വോളണ്ടിയറിസമാണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് നൽകുന്നതെന്നുള്ളത്. ഇന്ന് തന്നെ ഒരു ഡിസിഷൻ എടുക്കാം. നിങ്ങൾ വോളണ്ടിയർ ആവാൻ വേണ്ടി വേറൊരു സംഘടനയെ ജോയിൻ ചെയ്യോ, വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യോ വേണ്ട. അഗതികളായിട്ടുള്ള സഹായം വേണ്ട കുറച്ചു പേർക്ക് നിങ്ങളൊരു 50-100 രൂപയുടെ കുറച്ച് തോർത്തുമുണ്ടുകൾ വാങ്ങിക്കൊണ്ട് കൊടുത്താൽ പോലും അതൊരു വോളണ്ടിയറിസം ആണ്, ഒരു ആക്ടിവിറ്റിയാണ്. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് പണം ആ രീതിയിലും ചിലവാക്കാനായിട്ട് ഇന്നത്തെ ദിവസം സാഹചര്യം ഇല്ലെങ്കിൽ, ഞാൻ അത് സ്പെസിഫിക് ആയിട്ട് ഇന്നെന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതം നാളെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആവാൻ പോവുകയാണ്. ആ ജേണിയിൽ കെയർ വേണ്ട ഒരു കെയർ ഹോമിൽ പോയി നിങ്ങൾ പ്രായമായവരെ താമസിപ്പിച്ചിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇന്ന് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഉണ്ട്. അവരുടെ മക്കളുടെ പ്രായമൊക്കെ നമുക്ക് പലപ്പോഴും ഉണ്ടാവുള്ളൂ. നിങ്ങൾ അവരുടെ അടുത്തൊന്ന് ചെന്ന് ഇരുന്ന് നോക്കിയേ. നിങ്ങളുടെ കയ്യിലൊക്കെ അവരൊന്ന് പിടിച്ച്, എൻ്റെ മോൻ വലുതായിരുന്നെങ്കിൽ, എൻ്റെ മോൾ വലുതായിരുന്നെങ്കിൽ നിന്നോടൊപ്പം ആയിരുന്നേനെ ഇപ്പോ എന്ന് പറയാനും അവർക്കൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനും പറ്റുമെങ്കിൽ നിങ്ങളൊരു മൂളി പാട്ടൊക്കെ ഒന്ന് പാടിക്കൊടുത്താൽ, അല്ലെങ്കിൽ അവരെ പേടിപ്പിക്കരുത് കേട്ടോ, എൻജോയ് ചെയ്യാൻ പറ്റുന്ന പോലെ നിങ്ങൾക്ക് സംസാരിക്കാനാവുമെങ്കിൽ, ഒരു തമാശ പറയാൻ പറ്റുമെങ്കിൽ, അവരുടെ മുഖത്തൊരു ചിരി വരുത്താൻ പറ്റുമെങ്കിൽ, അതാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ബി എ വോളണ്ടിയർ. മറ്റുള്ളവരുടെ സന്തോഷത്തെക്കാൾ ഉപരി നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം നിറയുന്നത് തീർച്ചയായിട്ടും ഫീൽ ചെയ്യാനായിട്ട് പറ്റും. മൈൻഡ് സെറ്റ് മാറ്റേഴ്സ്.